എന്തിട്ടാടി നീ കുക്കറുമ്പോ പണത് നിക്കണേ? അമ്മയ്ക്ക് ഇന്നേ ഞാൻ ബീച്ചിലും തട്ടുകടലൊക്കെ ഇടുന്ന ഒരു അടിപൊളി സാധനം ഉണ്ടാക്കി തരാം. എന്താ അടിപൊളിയായാലും കുഴപ്പമില്ല, തിന്നാൻ പറ്റിയാ മതി. അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്നേ. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടാക്കാം. അതിന് ദേ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിവിടെ ദേ കുറച്ച് ഗ്രീൻ പീസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും കൂടെ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ സെന്റർ ഭാഗം ഒന്ന് വകഞ്ഞ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു 3-4-5 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിന്റെ നടുവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് പകുതി വേവായതിനു ശേഷം മതി നമുക്കിത് മൊത്തത്തിൽ കലക്കി എടുക്കണത് കേട്ടോ. അപ്പൊ ഇത് ഒരുവിധം ദേ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മൊത്തത്തിൽ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ മുട്ട മസാല ദേ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ ഇത്. ഇത് ചൂടോടുകൂടി കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്റെ കൂട്ടുകാരിൽ ആർക്കൊക്കെയാണ് ഇത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എന്തായാലും കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാല്ലേ കഴിക്കാൻ. എന്തുട്ട വെറൈറ്റി! ഇതാണ് കുക്കറിൽ പണിതോണ്ടിരുന്നായിരുന്നല്ലേ? നന്നായിണ്ട്. എനിക്ക് എന്നും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരണം.